നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വന്നത് കോഴിക്കോടൊക്കെ ഉണ്ടാവില്ലേ, നമ്മളെ കോഴിക്കോട് അതുപോലെ വയനാട് ചുരത്തിലൊക്കെ ഉണ്ടാവുന്ന മുട്ട മസാലയാണ്. അപ്പോൾ അന്നുണ്ടാക്കിയത് വേറെയാണ്. നമ്മൾ കോഴിക്കോടൊക്കെ ഉണ്ടാകുന്ന ആ ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മുമ്പ് ഞാൻ എല്ലാ മുട്ടയും ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി പണി നോക്കാം. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചൂടാവുന്നതിന് മുമ്പ് തന്നെ മുളക് പൊടി, ഉപ്പ്, നമ്മൾ എന്തൊക്കെ മസാല ഉണ്ടോ കയ്യിലൊക്കെ എടുത്തിടുക. നമുക്കത് നോക്കാം. മസാലപ്പൊടികളൊക്കെ റെഡി. മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകപ്പൊടി എന്നിവയൊക്കെ ഇട്ടിട്ടാണ്. മുളക് പൊടിയാണ് കുറച്ച് ഓവറുള്ളത്. നമുക്കിതിലേക്ക് നേരെ എടുത്ത് എണ്ണയിലേക്ക് ഇട്ടെടുക്കാം. കുറച്ചുണ്ടാവണം, എന്നാലേ ആ മുട്ടകളിലേക്കൊക്കെ പിടിക്കുള്ളൂ. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ആദ്യം നന്നായി ഇളക്കാം. അപ്പോൾ അത് അടിപൊളി മസാല ആയിട്ടുണ്ട്. നമുക്ക് ഇതാണ് മുട്ടയിലേക്കൊക്കെ പരത്തി കൊടുക്കേണ്ടത്. അതിന് മുമ്പ് ഇതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇടണം. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ബ്ലാക്ക് ആണെങ്കിലും ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു ഡാർക്ക് റെഡാണ്. ഇപ്പോഴാണ് നമ്മൾ ഗ്യാസ് ഓൺ ആക്കി കൊടുക്കുന്നത്. ഒന്ന് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കൈ വെച്ചുള്ള കരിവേപ്പിൻ്റെ ഇല നേരെ ഇട്ട് കൊടുക്കാം. ഇതിനുണ്ട്, നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് പെട്ടെന്ന് അടി പിടിക്കുക അല്ലെങ്കിൽ കരിയ ചെയ്യുന്ന മസാലയാണിത്. നമ്മുടെ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് ആ പച്ചമണൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് മുളക് പൊടിയുടെ. അല്ലാതെ ഡയറക്റ്റ് ഇടാം, കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് മുട്ടയൊക്കെ ഒന്ന് വരയിട്ടെടുക്കണം. അപ്പോൾ അത് ചെയ്യാം. നമുക്ക് ഇതൊക്കെ ഒന്ന് വരട്ടെടുക്കാം. ഇങ്ങനെ മൊത്തമായിട്ട് വരയിടരുത്, അത് കുളമായി പോകും. ജസ്റ്റ് ഒന്നിങ്ങനെ ഇറക്കി കൊടുത്താൽ മതി. ഇത് വരട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി ഇങ്ങനെ തന്നെ വരയിടാൻ നോക്കുക. തലങ്ങും വരുമൊക്കെ ഇടാം. നമ്മൾ മുട്ടയൊക്കെ ഒന്ന് വരട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ ആ മസാലയിലേക്ക് ഇറക്കാം. അപ്പം അതിലേക്ക് നോക്കാം, ആ പണി നോക്കാം. മുട്ടയൊക്കെ ഇറക്കി വെക്കാം. നല്ല സ്വാദുള്ള സാധനമാണിത്. പരമാവധി മസാല ഇതിൽ തന്നെ വെച്ചെടുക്കണം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. മുട്ടകളിലേക്കൊന്ന് അങ്ങനെ കുറച്ച് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതി. ഒന്ന് ജസ്റ്റ് നാല് പിടിക്കാൻ വേണ്ടിയാണ്. ചെറിയ ഫ്ലെയിമിൽ വേണം ഇപ്പം മുട്ട വെക്കാൻ. ഇപ്പോൾ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സിയിട്ട് പൊടിച്ച് ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാൻ സഹായിക്കുന്നതാണ്.